വെള്ളക്കെട്ട് കാരണം കാന കണ്ടില്ല എന്നാണ് പറയുന്നത്. വലിയ കുഴിയുള്ള ഭാഗമാണ്, അങ്ങോട്ടേക്കാണ് ഈ വാഹനം മറിഞ്ഞത്, മുങ്ങിപ്പോയത്. ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് കാര്യം. വാഹനം വലിച്ചു നീക്കിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടെ നിന്നും ഉയർത്തിയെടുക്കാൻ ഇവരെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള പ്രത്യേക ഉപകരണങ്ങളില്ലാതെ കയറ് കെട്ടി വലിച്ച് നീക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വെള്ളക്കെട്ട് സ്ഥലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. റിയ ബേബി റിയ പറയൂ, ഇത് നാട്ടുകാരുടെ നേതൃത്വത്തിലാണോ ഈ ശ്രമം നടക്കുന്നത്? ഫയർഫോഴ്സോ മറ്റേതെങ്കിലും അധികൃതരോ എത്തിയിട്ടുണ്ടോ? ഇതിപ്പോ നമ്മുടെ പേട്ടയിലുള്ള, അതായത് എറണാകുളം തൃപ്പൂണിത്തുറയ്ക്ക് സമീപം പേട്ടയിലുള്ള താമരശ്ശേരി റോഡാണ്. ഇവിടെയാണ് രാവിലെ പുലർച്ചെ സംഭവിച്ചതാണ്. കാറ് വെള്ളത്തിനടിയിലേക്ക് പൂർണ്ണമായും മുങ്ങുകയായിരുന്നു. ഇപ്പോൾ നാട്ടുകാർ തന്നെയാണ് ആ കാറ് ഉയർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാന ഉണ്ടായിരുന്നു, ആ കാന ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അങ്ങനെയാണ് ഈ കാറ് ഈ വെള്ളക്കെട്ടിലേക്ക് പൂർണ്ണമായും മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് അവർ ഈ മറ്റൊരു വാഹനം കൊണ്ടുവന്ന് ഈ കാറ് കെട്ടി വലിച്ച് പുറത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതാണ്ട് അരമണിക്കൂറായി ഈ ശ്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും പൂർണ്ണമായും കയറ്റാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, കാർ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് താണു പോയ നിലയിൽ തന്നെയാണ് ഉള്ളത്. വിവരം അവരുടെ വലിയ വാഹനം കടന്നു വരുന്നതിന്റെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണോ ഇങ്ങോട്ടേക്ക് എത്താത്തത്? അവരുടെ സാന്നിധ്യം ദൃശ്യങ്ങളിൽ കാണുന്നില്ല, അതാണ്. ഇതിപ്പോ നാട്ടുകാർ നമുക്ക് ഇവിടുത്തെ കൗൺസിലറോട് ചോദിച്ചു നോക്കാം. ചേച്ചി, ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഇവിടെ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഞാൻ കുറച്ച് നേരമായിട്ടുള്ള വന്നിട്ട് ഇത് അങ്ങോട്ട് പോകുന്ന വഴി ശരിക്കും വണ്ടികൾ പോകുന്ന വഴിയല്ല, അത് ഒരു ബൈക്ക് കടന്നു പോകാനേ പറ്റുള്ളൂ. ഇവർ വഴി ഇങ്ങോട്ട് പോകുന്നതിന് പകരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീതി കുറവാണ്. വഴി വെള്ളം ഇന്ന് മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങിയിട്ടില്ല. ഈ സാധാരണ പുഴയിൽ വേലിയേറ്റമാണെങ്കിൽ വെള്ളം ഇറങ്ങാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിലും വീട്ടിലകത്ത് ഇതുപോലെ വെള്ളം കയറിയിട്ട് അതിൻ്റെ പണിയിൽ നടക്കുമായിരുന്നു. അപ്പോഴാണിത് വിളിച്ചതിരി വൈകി ഞാൻ വന്നപ്പോൾ. അപ്പം ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇതാണ്. ഡ്രൈവർ വേഗം തന്നെ ഇറങ്ങി മാറിയെന്നാണ് എൻ്റെ അറിവ്. ഇവിടുന്ന് ആദ്യമേ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ആളുകൾ ഫയർഫോഴ്സ് എത്തിയില്ല, ആളുകൾ തന്നെ ഇടപെട്ടൊക്കെ. ഞാനിപ്പോൾ സത്യത്തിൽ ഇപ്പോൾ വന്നേ ഉള്ളൂ. എനിക്ക് ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ താമസിക്കുന്നത്. ഇത് അതിർത്തിയാണ് സത്യത്തിൽ. ഇത് ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെ അതിർത്തിയാണ്. എന്താണെന്ന് എനിക്കറിയാം. രാവിലെ യൂബർ ഇട്ട് വന്നാണ്, ആരോ വിളിച്ചിട്ട് വന്നാണ്. അത് നേരെ അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം താഴത്തോട്ട് പോയതാണ്. ആള് ഇറങ്ങി മാറിയായിരുന്നു. കാനക്ക് സ്ലാബ് അവിടം വരെ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അയാൾക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു, അറിഞ്ഞില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അതൊരു ഒരു കാനയാണ്, പക്ഷെ അത് ഈ പരിചയമില്ലാത്ത ആളുകൾക്ക് ഇവിടെ വന്നാൽ അത് മനസ്സിലാവില്ല. അതായത് ഗൂഗിൾ മാപ്പ് വെച്ച് വന്നപ്പോൾ അത് വഴി ഇപ്പം മാറുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തതാണ്. അതാണ് നമുക്ക് ഈ ആളുകൾ പറഞ്ഞു നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഈ റോഡ് ഇവിടെ വന്ന് പറ്റുന്ന ഒരു കാര്യമാണിത്. ചെറിയ റൂട്ടുകളിലൂടെ നമ്മളെ കടത്തിവിടാറുണ്ട്. അതായത് ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാവുന്ന ഇട റോഡുകൾ എന്നുള്ള തരത്തിൽ അത്തരത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു രീതി ഗൂഗിൾ മാപ്പിനുണ്ട്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ഇരുചക്ര വാഹനം മാത്രം കടന്നു പോകുന്ന ഒരു വഴിയിലൂടെ ഈ കാനയുണ്ടായിട്ട് കൂടി ഈ വാഹനം കടന്നു വന്നത്. റോഡും കാനയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വെള്ളവും കെട്ടിയിട്ടുണ്ടല്ലോ, അതായിരിക്കണം കാര്യമല്ലേ? മോദി ഇപ്പൊ ദൃശ്യങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. അതായത് പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് ഇട റോഡിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഒരു ടി റോഡാണ് അത്. നമ്മളിപ്പോൾ ഈ കാറുള്ള ഭാഗം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ, അങ്ങനെ റൈറ്റിലേക്കായിരുന്നു ഇത് പോകേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഊബർ ഡ്രൈവർ ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനമെടുത്തു. അതാണ് സംഭവിച്ചത്. അദ്ദേഹം ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നതാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് പരിചയമില്ലാത്ത സ്ഥലവുമായിരുന്നു. പക്ഷേ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കാനയും അതോടൊപ്പം തന്നെ സ്ലാബ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. മഴ കൂടി പെയ്തതോടെ
പൂർണ്ണമായും അത് വെള്ളം നിറഞ്ഞു. അങ്ങനെ കാറിന്റെ ഒരു ഭാഗം ആ കാനയിലേക്ക് താഴുകയായിരുന്നു. പിന്നീട് കുറച്ചുകൂടി മുമ്പോട്ട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ കാർ പൂർണ്ണമായും താഴുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നല്ല വെള്ളമുണ്ട്. അതിന്റെ ഒരു സൈഡാണ് കാന. ആ കാനയിലേക്കാണ് ഈ വാഹനം വീണത്. പരിചയമില്ലാത്ത ആളായതുകൊണ്ട് അയാൾക്കത് കാനയാണ് എന്ന് അറിയുകയും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രം ഈ വെള്ളക്കെട്ട് നിൽക്കുമ്പോൾ നമുക്കാണെങ്കിൽ പോലും അത് ഏത് രീതിയിലുള്ള സ്ഥലമാണെന്ന് മനസ്സിലാവുകയില്ല. അങ്ങനെ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും അങ്ങനെയാണ് ഈ സംഭവം. കാറ് വെള്ളത്തിനടിയിലേക്കായത്. ഡ്രൈവർ ഇറങ്ങി രക്ഷപ്പെട്ടു വേഗം തന്നെ. കാറ് പൂർണ്ണമായി മുങ്ങി. നാട്ടുകാരാണ് ഇപ്പോൾ ഈ കാറ് വലിച്ച് പുറത്തേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നത്.